ആന്ധ്ര മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡുവിൻ്റെ ഭാര്യയും മുൻ മുഖ്യമന്ത്രി എൻ ടി രാമറാവുവിൻ്റെ മകളുമായ നരഭുവനേശ്വരി സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു. വനിതകളും സമൂഹത്തിലെ അവശ വിഭാഗങ്ങളെയും നേരിട്ട് സംവദിക്കുന്ന പരിപാടികളിലൂടെ ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടി ചുവടുറപ്പിക്കാനാണ് നീക്കം. ആദ്യഘട്ടമായി ഇന്നലെ കുപ്പം നിയോജക മണ്ഡലത്തിൽ 4 ദിവസത്തെ ജനസമ്പർക്ക പരിപാടി ആരംഭിച്ചു. TDPയിൽ പ്രധാന പദവി നൽകിയേക്കും. രാജ്യസഭാ സീറ്റ് ഒഴിവുവരുന്ന മുറയ്ക്ക് ഭുവനേശ്വരിയെ പരിഗണിക്കുമെന്നും സൂചനയുണ്ട്. നായിഡു തുടർച്ചയായി പ്രതിനിധീകരിക്കുന്ന മണ്ഡലമാണ് കുപ്പം. ഇവിടെ 2 ഗ്രാമങ്ങൾ പ്രാദേശിക വികസന പദ്ധതിയുടെ ഭാഗമായി ഭുവനേശ്വരി ഏറ്റെടുക്കും. കഴിഞ്ഞ ദിവസം മണ്ഡലത്തിലെ സ്ത്രീകളുമായി സംവദിച്ച് ആശങ്കകൾ കേട്ടു. അവർക്കായി തയ്യൽ മെഷീനുകൾ വിതരണം ചെയ്തു. പിന്നീട് പ്രദേശവാസികൾക്കായി നൈപുണ്യ വികസന കേന്ദ്രം കുപ്പത്ത് ഉദ്ഘാടനം ചെയ്തു. കുപ്പം പ്രദേശത്തെ ജനപ്രതിനിധികളും TDP നേതാക്കളും ഒപ്പമുണ്ടായിരുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ ഭുവനേശ്വരി എൻ കോട്ടപ്പള്ളി, നദിമുരു, ഗൂഢനായിനിപ്പള്ളി എന്നിവയുൾപ്പെടെ നിരവധി ഗ്രാമങ്ങൾ സന്ദർശിച്ചു. സോമപുരം, കളർഗട്ട്, രാമകുപ്പം മണ്ഡലങ്ങളിലും സമീപ ദിവസങ്ങളിലെത്തും. ശിവപുരത്ത് ഭവന നിർമ്മാണ പദ്ധതിയുടെ പുരോഗതി വിലയിരുത്തും. അവിടെയും തയ്യൽ മിഷൻ വിതരണവും നടത്തും. സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു ഭുവനേശ്വരി. ആന്ധ്രാപ്രദേശ് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ചന്ദ്രബാബുവിനെ 2023 സെപ്റ്റംബർ 9 അറസ്റ്റ് ചെയ്ത് ജയിലിൽ അയച്ചതിനെ തുടർന്നാണ് ഭുവനേശ്വരി രാഷ്ട്രീയ യോഗങ്ങൾക്കെത്തിയത്. നായിഡു 53 ദിവസം രാജമുണ്ട്രി സെൻട്രൽ ജയിലിൽ കഴിഞ്ഞ നാളുകളിൽ YSRCPക്കെതിരെ പ്രചാരണവുമായി ഭുവനേശ്വരി രംഗത്തിറങ്ങിയിരുന്നു. മംഗളഗിരി മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച മകൻ നര ലോകേഷ് ഇപ്പോൾ മന്ത്രിയാണ്. എന്തായാലും കേന്ദ്രത്തിൽ വളരെ നിർണായകമായ ശക്തിയായിരിക്കുന്ന ചന്ദ്രബാബു നായിഡു ഇപ്പോൾ ഭാര്യയെയും രംഗത്തിറക്കി രാജ്യസഭയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ കേന്ദ്ര മന്ത്രി പദവിയിലേക്ക് വരെ ചന്ദ്രബാബു നായിഡു വിലപേശൽ നടത്താനുള്ള സാധ്യതയും ഉണ്ട്.